ജില്ലയിൽ തെരുവ് നായയുടെ വംശവർദ്ധനവ് തടയാനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. അനിമൽ റൈറ്റ് ഹണ്ടുമായി ധാരണാപത്രത്തിൽ ജില്ലാ പഞ്ചായത്ത് ഒപ്പുവെച്ചു. പദ്ധതി നടപ്പിലാക്കേണ്ടത് 2.98 കോടി രൂപ ചെലവിൽ. തില്ലങ്കേരിയിലെ BJP പ്രവർത്തകൻ ബിനീഷിന്റെ കൊലപാതകം 6 പേരെ പോലീസ് തിരിച്ചറിഞ്ഞതായി സൂചന. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതം. ആലക്കോട് നഗരം കീഴടക്കി മദ്യപ സംഘം. ലിങ്ക് റോഡിന് സമീപത്തെ വ്യാപാര സമുച്ചയം കേന്ദ്രീകരിച്ച് മദ്യപരുടെ സംഘർഷം പതിവാകുന്നു. ചൊവ്വാഴ്ച ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്ക്. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് ആവശ്യം. സാർവജനിക ഗണേശോത്സവത്തിന് സമാപനം. ഗണേശ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ നടന്ന വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയിൽ 48 രഥങ്ങൾ അണിനിരന്നു. ബുധനാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ആനിമൽ റൈറ്റ് ഫണ്ടിന്റെ മാനേജിംഗ് ട്രസ്റ്റി ദിലീപ് ബാഫനയും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി MK ശ്രീജിത്തുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷൻ എന്നിവയുമായി ചേർന്നാണ് ABC ARV പദ്ധതി നടപ്പിലാക്കുന്നത്. 2.98 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത്. ഒരു നായക്ക് ABC ARV വാക്സിൻ ഉൾപ്പെടെ 1450 രൂപയാണ് ചെലവാകുക. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് താൽക്കാലികമായി വിട്ടുനൽകിയ പാപ്പിനിശ്ശേരി മൃഗാശുപത്രി കേന്ദ്രത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 20-നുള്ളിൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. പാപ്പിനിശ്ശേരി, അഴീക്കോട്, മയ്യിൽ, കണ്ണൂർ കോർപ്പറേഷൻ തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തിയാണ് ആദ്യഘട്ടത്തിൽ വാക്സിനേഷൻ തുടങ്ങുക. കൂടാതെ പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 2 ഏക്കർ സ്ഥലത്ത് മൃഗാശുപത്രി, വെറ്റിനറി സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ആംബുലൻസ് ഷെഡ് എന്നിവ നിർമ്മിക്കുന്നതിന് 1.75 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നായ്ക്കൂടുകൾക്ക് 16 ലക്ഷം ഉൾപ്പെടുത്തിയാണ് 2.98 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ, VK സുരേഷ് ബാബു, ജയബാലൻ, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ TV ഉണ്ണികൃഷ്ണൻ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ R രാജൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. സെപ്റ്റംബർ 3-ന് നടന്ന ഇരിട്ടി തില്ലങ്കേരിയിലെ RSS പ്രവർത്തകൻ മാവില ബിനീഷിന്റെ കൊലപാതകത്തിന് പിന്നിൽ 10-അംഗ സംഘമാണെന്ന സൂചന കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ 6 പേരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ജില്ലാ പോലീസ് മേധാവി സഞ്ജയ് കുമാർ ഗുരുദിൻ മുഴക്കുന്ന് പോലീസ് സ്റ്റേഷനിലെത്തി അടിയന്തര യോഗം വിളിച്ച് കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തി. അന്വേഷണം ജില്ലാ പോലീസ് മേധാവി ഏറ്റെടുത്ത സാഹചര്യത്തിലായിരുന്നു യോഗം. ബിനീഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 18 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും 2 പേരെ ഒഴികെ ബാക്കിയുള്ളവരെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. ഇവർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും പ്രതികളെക്കുറിച്ച് ഇവരിൽ നിന്ന് വ്യക്തമായ സൂചന ലഭിച്ച സാഹചര്യത്തിലാണ് SP മുഴക്കുന്നിലെത്തിയത്. സ്ഥലത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പൊതുപരിപാടികൾ സംഘടിപ്പിക്കേണ്ട എന്നും പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. കണ്ണൂരിൽ SN പാർക്കിന് മുന്നിലെ BJP ഓഫീസിന് മുന്നിൽ നിന്നാണ് പ്രകടനം തുടങ്ങിയത്. BJP മുൻ ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, ബിജു ഏളക്കുഴി, KG ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഷ്ട്രീയ പ്രതിയോഗികളെ ആശയപരമായി എതിർത്ത് തോൽപ്പിക്കുന്നതിന് പകരമായി പാർട്ടിയുടെ ആസ്ഥാനങ്ങളും ഓഫീസുകളും തകർത്തുകൊണ്ടും പാർട്ടിയുടെ പ്രവർത്തകന്മാരെ ശാരീരികമായി ഉന്മൂലനം ചെയ്യുക എന്ന സിദ്ധാന്തവുമായിട്ടാണ് CPM ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ തലക്ക് സ്ഥിരതയുള്ള ഒരാളും ഒരു പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനത്തിന് നേരെ ഇത്തരത്തിലുള്ളൊരു അക്രമം നടത്തുമായിരുന്നില്ല. എനിക്ക് CPMന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്,
ഞങ്ങളും അത്തരത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരു മുറുക്കാൻ കട പോലും CPM-ന് തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രതികരണം BJP-ക്ക് നടത്താൻ സാധിക്കും. പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. BJP മയ്യിൽ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. പ്രകടനത്തിന് BJP തളിപ്പറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി മുണ്ടേരി ചന്ദ്രൻ, ബേബി സുനാഗർ, KP ചന്ദ്രഭാനു, യുവമോർച്ച തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് VP രാഹുൽ, NP കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രതിഷേധ യോഗവും നടന്നു. സീൽ ന്യൂസ്, മയ്യിൽ. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം നടന്നത്. തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL 60D 871 മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാർ നിയന്ത്രണം വിട്ട് ഇരുമ്പിന്റെ വൈദ്യുതി തൂണിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തൂൺ ഒടിഞ്ഞു. പ്രധാന വൈദ്യുതി ലൈനായതിനാൽ ടൗണിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി നിലക്കുകയും ചെയ്തു. തൂൺ മാറ്റി വൈകുന്നേരം 5 മണിയോടെയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാനായതും. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദേശീയപാതയിൽ തളിപ്പറമ്പ് തൃച്ചംബരം ഭാഗം സ്ഥിരം അപകട കേന്ദ്രമാവുകയാണ്. റോഡുകളുടെ വീതിക്കുറവും അമിത വേഗതയുമാണ് അപകടത്തിന് ഇടയാക്കുന്നത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. സ്കൂൾ ബസിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് വാഹനം മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗോവയിൽ നിന്ന് മത്സ്യം കയറ്റി ആലപ്പുഴയിലേക്ക് വരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സീൽ ന്യൂസ്, ധർമ്മശാല. $40 മുതൽ 4000 മത്സ്യക്കുഞ്ഞുങ്ങളെ വരെ ലഭിച്ച കർഷകർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. പഞ്ചായത്ത് ഓഫീസിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ കൈപ്പറ്റി വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ പലരുടെയും മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ബാക്കിയുള്ളവ മണിക്കൂറുകൾക്കുള്ളിൽ ചത്തതോടെ കർഷകർ പെരുവഴിയിലായി. മത്സ്യക്കുഞ്ഞുങ്ങളെ കൈപ്പറ്റാനായി മാസങ്ങൾക്ക് മുമ്പ് അപേക്ഷ നൽകി കാത്തിരുന്നവർക്കാണ് ഈ ദുർഗതി. ആലക്കോട് പഞ്ചായത്തിലെ 190ഓളം കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്താൻ കൊടുത്തതിൽ എല്ലാ നൽകിയ മീൻകുഞ്ഞുങ്ങൾ മുഴുവൻ ചത്തു നശിച്ചുപോയി. ക്വാളിറ്റി ഇല്ലാത്ത കവർ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടാണോ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അവിടുന്ന് കിട്ടുമ്പോൾ തന്നെ ചത്തിട്ടുണ്ടായിരുന്നു. അതിവിടെ വന്ന ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു 60% മത്സ്യങ്ങളും ചത്തുപോയി. യാതൊരു സുരക്ഷിതത്വമില്ലാതെ മത്സ്യക്കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തതോടെ 10,000 മുടക്കി കുളം നിർമ്മിച്ച പലരും ആശങ്കയിലായിരിക്കുകയാണ്. സീൽ ന്യൂസ്, ആലക്കോട്. സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണ് എന്ന് അറിയാത്തവർ ധാരാളമുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം. കാരണം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാര് കഷ്ടപ്പെടുന്ന, കണ്ണീര് തൂങ്ങുന്ന, അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ നേരമില്ല. ചിലപ്പോൾ കൂലിപ്പണി എടുത്തിട്ടായിരിക്കും അത്രേ കിട്ടുള്ളൂ. അത് ഉപജീവനം നടത്താൻ പോലും പറ്റുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ, അവർക്ക് വസ്ത്രം വാങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ കുട്ടികൾക്ക് K. ലീല, V. ലീല, K. ദാക്ഷായണി, PV ശോഭന എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പ്രസിഡന്റ് സുശീല ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. മലയോരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ആലക്കോട് നഗരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. ദൂരസ്ഥലങ്ങളിലേക്ക് ബസ് കയറാൻ നിൽക്കുന്നവരിൽ പലരും മഴയും വെയിലുമേറ്റ് റോഡരികിൽ നിൽക്കുകയാണ്. പഞ്ചായത്ത് രേഖകളിൽ 4ഓളം ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നഗരത്തിലുണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഒരെണ്ണം പോലും യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്നില്ല. NSS ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കാത്തിരിപ്പ് കേന്ദ്രം ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വേനൽക്കാലത്ത് ഇതിനുള്ളിൽ ബസ് കാത്തിരിക്കാമെന്ന് കരുതിയാൽ ബസ്സുകൾ നിർത്തുന്നത് ഇവിടെ നിന്നും ഏറെ മാറിയാണ്. കൊട്ടാരം ഗേറ്റിന് സമീപത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം 1 വർഷം മുമ്പ് 10,000 മുടക്കി പുനർനിർമ്മിച്ചിരുന്നു. എന്നാൽ ബസ് സ്റ്റോപ്പ് ഇതിന് സമീപത്തില്ലാത്തതിനാൽ ഇവിടം ഉപയോഗിക്കുന്നത് തൊട്ടടുത്ത ബീവറേജ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തുന്നവരാണ്.
പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആലക്കോട് ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ബസ്സുകൾ വല്ലപ്പോഴും മാത്രം കയറുന്നതിനാൽ ഇതും യാത്രക്കാർ കൈയൊഴിഞ്ഞ മട്ടാണ്. ആലക്കോട് ടൗണിൽ ഏകദേശം 4 വേരിയേഷനുണ്ട്. പക്ഷേ ആർക്കും പ്രയോജനം ചെയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മദ്യപന്മാരുടെ ശല്യവും അല്ലെങ്കിൽ നായ്ക്കളുടെ ശല്യവും കാരണം ജനങ്ങൾ പൊറുതുമിട്ടിരിക്കുകയാണുള്ളത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മഴയതും വലുതും കടത്തണ്ണുകളിൽ അഭയം തേടുക എന്നുള്ളതല്ലാതെ ഈ വേരിയേഷനുള്ള പ്രയോജനം അവർക്ക് വേണ്ടതും കിട്ടുന്നില്ല. അപ്പോൾ അതൊന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. എല്ലാം ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് അകലെയൊക്കെയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. ന്യൂ ബസാറിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാകട്ടെ 10 പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ പോലും വലുപ്പമില്ലാത്തവയും. അശാസ്ത്രീയമായി നിർമ്മിച്ച ഇത്തരം കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചു മാറ്റി ആധുനിക രീതിയിലുള്ളവ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീൽ ന്യൂസ്, ആലക്കോട്. അത്തരം ആ ഫണ്ട് പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ പദ്ധതി അംഗീകരിക്കാത്ത ഒരു നില വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 3-4 വർഷക്കാലം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പെട്ടോം ഗ്രാമപഞ്ചായത്തിലും നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ധനസഹായം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പെട്ടത്തെ സംബന്ധിച്ച് പരിശോധിച്ച കാവുങ്കൽ ഒരു ക്ഷീരസംഘം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കാവില്ല. അപ്പോൾ നമ്മുടെ എല്ലാ മേഖലക്കകത്തും നമ്മുടെ ഗ്രാമങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും ഇതിന്റെ ഗുണം കിട്ടുന്ന രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനം കുറച്ചും കൂടി ഊർജിതമാക്കേണ്ടതുണ്ട്. പട്ടുവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനക്കീൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി ഷീജ, CM ലളിത, N ജോയി, അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി, ഡോക്ടർ സോയ, അൽഫോൺസ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കറവപ്പശു, കിടാരി, കന്നുകുട്ടി പ്രദർശനവും നടന്നു. വ്യാഴാഴ്ച രാവിലെ മുറിയാത്തോട് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ജെയിംസ് മാത്യു MLA യും കാവുങ്കൽ ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടോദ്ഘാടനം TV രാജേഷ് MLA യും നിർവഹിക്കും. തുടർന്ന് കർഷകർക്കും വിവിധ സംഘങ്ങൾക്കുമുള്ള ആദരണവും നടക്കും. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് രാവിലെ 10:15 തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. വോട്ടെടുപ്പ് 1:15 വരെ നീണ്ടു. സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജുകളിൽ നിന്നായി 116 കൗൺസിലർമാരായിരുന്നു വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. 2 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ചു. MK വിഷ്ണുവാണ് പുതിയ യൂണിയൻ ചെയർമാൻ. ശരത് K ശശി വൈസ് ചെയർമാനായും K റീഷ്ണയെ ലേഡി വൈസ് ചെയർപേഴ്സണായും തിരഞ്ഞെടുത്തു. MK വർഗീസാണ് യൂണിയൻ സെക്രട്ടറി. ജോയിന്റ് സെക്രട്ടറിയായി K രഹിനെ തിരഞ്ഞെടുത്തു. കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായി V രഹിതയെയും കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായി K നിംഷയെയും തിരഞ്ഞെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ആലക്കോട് ലിങ്ക് റോഡിന് സമീപത്തുള്ള ഈ വ്യാപാര സമുച്ചയം കേന്ദ്രീകരിച്ചാണ് സംഘർഷങ്ങൾ പതിവാകുന്നത്. സന്ധ്യയാവുന്നതോടെ ഇവിടം മദ്യപാനികൾ കൈയടക്കുകയാണ്. ഇതുകാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ പോലും ആളുകൾ എത്തുന്നില്ല. സംഘർഷമുണ്ടാകുന്നതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഇറങ്ങിയോടേണ്ട അവസ്ഥയിലാണ്. തൊട്ടടുത്ത ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി ഇവിടെ വെച്ച് കഴിക്കുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. പ്രദേശത്തുള്ള ചിലർ രാവിലെ മുതൽ തന്നെ ഇവിടെ തമ്പടിച്ച് പുറമേ നിന്ന് വരുന്നവരെ ഭീഷണിപ്പെടുത്തി മദ്യം വാങ്ങിപ്പിക്കാറുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇവരുടെ അക്രമം ഭയന്ന് വ്യാപാരികൾ മൗനം പാലിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടങ്ങൾ കുറച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3-4 പേർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള സംഘടനകൾ ഇത് തുടർച്ചയായി വരുമ്പോൾ ടൗണിൻ്റെ മൊത്തത്തിൽ ടൗണിൻ്റെ നല്ലതായ ഒരു പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അത് വ്യാപാര മേഖലയ്ക്കും വ്യാപാരി വ്യവസായ സമൂഹത്തിനും ഈ നാട്ടിലുള്ള പൊതുജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായതിനാൽ അടിയന്തരമായി നിയമപാലകർ അതിലിടപെടുകയും മീഡിയയുടെയും ശ്രദ്ധയിലുണ്ടാവുകയും ചെയ്യുന്നു എന്ന് വ്യാപാര സമൂഹത്തിന് വേണ്ടി ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. പരസ്പരം ഏറ്റുമുട്ടുന്നത് കാരണം ഇരുവിഭാഗവും പോലീസിൽ പരാതിപ്പെടാറുമില്ല. പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയാൽ മാത്രമേ ഇത്തരം സംഘർഷങ്ങൾ എന്നേക്കുമായി നിർത്തലാക്കാൻ സാധിക്കൂ. സീൽ ന്യൂസ്, ആലക്കോട്. ജില്ലാ പ്രസിഡന്റ് OV നാരായണൻ അധ്യക്ഷത വഹിച്ചു. K കുഞ്ഞപ്പ, P വാസുദേവൻ, K സന്തോഷ്, P മുകുന്ദൻ, M വേലായുധൻ, K കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
ജെയിംസ് മാത്യു MLA ചെയർമാനും കെ കൃഷ്ണൻ കൺവീനറുമായ 101 അംഗ കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. നാലു മാസം മുൻപേ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയ കുറ്റ്യാട്ടൂർ ചട്ടുകപ്പാറ കോർലാട് പൊറോലം കാര്യമ്പറമ്പ് റോഡിൽ കോർലാട് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തുള്ള കാഴ്ചയാണ് ഇത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ടാറിംഗ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ റോഡ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കനത്ത മഴയിൽ തകർന്നതായി നാട്ടുകാർ പറയുന്നു. റോഡ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്തു തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ പരിസരവാസികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവത്രേ. എന്നാൽ നാട്ടുകാരുടെ പരാതി ഗൗനിക്കാതെ പണികൾ പൂർത്തീകരിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പൂർണ്ണമായും തകർന്നു നിലകൊള്ളുന്ന ഈ റോഡ് അടിയന്തരമായും പുനർനിർമ്മിച്ച് ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. റോഡായത് എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ് അടക്കം ചട്ടപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂൾ അടക്കം പോകുന്ന റോഡ്, മെയിൻ റോഡ്, പിന്നെ ചട്ടപ്പാറ ശ്മശാന റോഡടക്കം MLAൻ്റെയും മറ്റേ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടടക്കം ആയ റോഡായത്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറുകിട വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിരന്തരം ശല്യം, ഒരു കല്ലും ഇതും തെളിഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര അശാസ്ത്രീയ റോഡിൻ്റെ നിർമ്മാണം തന്നെ ഒരു ഭയങ്കര അശാസ്ത്രീയ രീതിയിലാണ് പോയിട്ടുള്ളത്. ലക്ഷങ്ങൾ ചെലവിട്ട് നടന്ന നിർമ്മാണ പ്രവൃത്തികളിലെ അശാസ്ത്രീയതയെപ്പറ്റിയും ക്രമക്കേടുകളെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. സീൽ ന്യൂസ്, മയ്യിൽ. കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നിരന്തരമായ പ്രയത്നം കൊണ്ട് തന്നെ 2007 തോന്നുന്നു സർക്കാർ ക്ഷേമനിധി ഫോട്ടോഗ്രാഫർമാരുടെ ഉൾപ്പെടുത്തി ഫോട്ടോഗ്രാഫി ഉപജീവനമായി തിരഞ്ഞെടുത്ത പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കണമെന്ന AKPI പഴയങ്ങാടി മേഖലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ വഴിയും സർക്കാർ ജോലി ചെയ്യുന്നവരും ഫോട്ടോ എടുത്ത് പണം വാങ്ങുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പഴയങ്ങാടി വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ വത്സൻ മുള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു. ഫോട്ടോഗ്രാഫി രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ വരുൺ അടുത്തലിയെ ഉപഹാരം നൽകി ആദരിച്ചു. രഞ്ജിത് കുമാർ, ശ്യാം വിസ്മയ, കൃഷ്ണദാസ് മാധവി, രാജേഷ് കരേള, നവനീത്, TK ബിജു, വിനോദ് PV, അനിൽകുമാർ, മനോജ് കാർത്തിക, M ഷാജി, വിദിലേഷ് അനുരാഗ്, അനീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന. വൈസ് ചെയർപേഴ്സൺ വത്സല പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. P മുഹമ്മദ് ഇക്ബാൽ, രജനി രമാനന്ദ്, C ഉമ്മർ, K ഹഫ്സത്ത്, M ചന്ദ്രൻ, VV കുഞ്ഞിരാമൻ, PK ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയുടേതടക്കം നിരവധി സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പാട്ടും കളികളും വിവിധ മത്സര പരിപാടികളുമായി കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് ഓണം ആഘോഷിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും നടന്നു. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളം ഒരുക്കി. VV പ്രസന്ന, ലക്ഷ്മി O, ശ്രീജ സഹദേവൻ, അനു ദിനേശ്, വിജില കൃഷ്ണകുമാർ, ഷീന മഹേഷ്, ആശ്രിത സഹദേവൻ എന്നിവർ സംബന്ധിച്ചു. സെപ്റ്റംബർ 1 മുതൽ 7 വരെ ലോക പോഷകാഹാര വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആന്തൂർ നഗരസഭാ കൗൺസിലർ സരോജിനി അധ്യക്ഷത വഹിച്ചു. അംഗനവാടി വർക്കർ ഷീല TK, ഹെൽപ്പർ P രജനി, ആശാ വർക്കർ ശ്രീജ, NM കൃഷ്ണൻ, ദാമോദരൻ എന്നിവർ സംസാരിച്ചു. പോഷകസമൃദ്ധമായ നിരവധി വിഭവങ്ങളും പ്രദർശിപ്പിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല.
കണ്ണൂരിൽ വൈകിട്ട് താളിക്കാവ് മൈതാനി കേന്ദ്രീകരിച്ചാണ് ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര തുടങ്ങിയത്. 48 ഗണേശ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടെത്തിയ രഥങ്ങൾ സംഗമിച്ചു. തുടർന്ന് നടന്ന വിഗ്രഹ നിമജ്ജന രഥഘോഷയാത്ര അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ഹനുമാൻ കോവിൽ, താളിക്കാവ് മാരിയമ്മൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, മുനീശ്വരൻ കോവിൽ, സ്റ്റേഷൻ റോഡ്, കോർട്ട് റോഡ്, ബാങ്ക് റോഡ്, മാർക്കറ്റ്, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, കാമാക്ഷിയമ്മൻ കോവിൽ, പിള്ളയാർ കോവിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വീകരണത്തിന് ശേഷം പയ്യാമ്പലത്തെത്തി. തുടർന്ന് ഗണപതി ഹോമം, മഹാ ആരതി എന്നിവയ്ക്ക് ശേഷം വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്തു. സീൽ ന്യൂസ്, കണ്ണൂർ. മിനിമം ശമ്പളം വർദ്ധിക്കുകയാണെങ്കിൽ അത് 20,000 12,000 എന്നത് 20,000 രൂപയായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മിനിമം പെൻഷൻ 10,000 രൂപയായിട്ട് വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് മിനിമം ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഈ മിനിമം ശമ്പളം കണക്കാക്കിയത് എന്ന് നമ്മൾ ഇവിടെ തന്നെ വിശദമായിട്ട് ജില്ലാ പ്രസിഡന്റ് പി എൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. എം സഹദേവൻ, പുതിയിടവൻ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. പി വി രാധ അധ്യക്ഷത വഹിച്ചു. ചെറുകുന്ന് സർവീസ് ബാങ്ക് പ്രസിഡന്റ് എൻ ദാമോദരൻ ആശ്രയ കുടുംബങ്ങൾക്കുള്ള ഓണക്കോടി വിതരണം ചെയ്തു. ഈ ഓണം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ മാവേലി വാണക്കാലത്തുണ്ടാവുന്ന ഓണത്തിൻ്റെ അതേ ക്വാളിറ്റി ഗുണം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഭംഗിവാക്കായി പറയുന്നില്ല. നമ്മുടെ ഗ്രാമത്തിൻ്റെ ബാങ്ക്, ചെറുകുന്ന് സർവീസ് ബാങ്ക് 1044 പേർക്ക് 60 ലക്ഷം രൂപ ഈ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തു. കെ പത്മിനി, സജീവൻ ബി പി, പി സി കുഞ്ഞപ്പ, പി ബാലൻ, കെ രാഖി, പി വി ബാബുരാജേന്ദ്രൻ, നിഷ ടി, ടി ശൈലജ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി പഴയങ്ങാടി GITT തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പഠിതാക്കളുടെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കി. വിവിധ കലാപരിപാടികളും നടന്നു. ഷംന ഷിജു, റീന സുനിൽ, രജനി അശോകൻ, സോന വിനോദ്, ധന്യ രാജീവ്, രജനി VP, ഉഷ EK എന്നിവർ സംബന്ധിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യയും നടന്നു. മംഗലശ്ശേരി നവോദയ ക്ലബ്ബ് കണ്ണൂർ DTPCയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 4ാമത് മലബാർ ജലോത്സവവും അനുബന്ധ പരിപാടികളും സെപ്റ്റംബർ 25 ഉച്ചയ്ക്ക് 12 മണിക്ക് TV രാജേഷ് MLAയുടെ അധ്യക്ഷതയിൽ കേരള ടൂറിസം വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം മനോജ് K ജയൻ മുഖ്യാതിഥിയായിരിക്കും. MLA ജെയിംസ് മാത്യു, ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ആഘോഷത്തോടനുബന്ധിച്ച് ജലഘോഷയാത്ര, നിശ്ചല ദൃശ്യങ്ങളുടെ മത്സരം, വിവിധയിനം ജലസാഹസിക പ്രകടനങ്ങൾ, ഗാനമേള, വിളംബര ജാഥകൾ തുടങ്ങിയവയും നടക്കും. നടക്കുന്ന മലബാർ ജലോത്സവം 2016 സെപ്റ്റംബർ 25 ആരംഭിക്കുകയാണ്. 35 വർഷത്തായിട്ട് നവോദയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ണൂർ DTPCയുടെ സഹകരണത്തോടെ മംഗലശ്ശേരി പുഴയിൽ സംഘടിപ്പിക്കുന്ന 4ാമത് മലബാർ ജലോത്സവമാണ് ഈ സെപ്റ്റംബർ 25 മംഗലശ്ശേരി പുഴ നടക്കുന്നത്. സ്ഥല MLA ശ്രീ TV രാജേഷ് MLAയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രസ്തുത സിനിമാ താരം ശ്രീ മനോജ് K ജയൻ പ്രസ്തുത പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും.
വാർത്താ സമ്മേളനത്തിൽ ഹരിദാസ് മംഗലശ്ശേരി, പി പി സുമേഷ്, ആനക്കീൽ ബാലകൃഷ്ണൻ, പി പി ലിബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പെൺകുട്ടികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും കർമ്മമണ്ഡലങ്ങളിൽ ധീരമായ ചുവടുവയ്പുകളോടെ മുന്നേറുന്നതിനും സമൂഹത്തിന് മാതൃകയാവുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ജിഷ ജനാർദ്ദനൻ ക്ലാസിന് നേതൃത്വം നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡൊമിനിക് തോമസ് അധ്യക്ഷത വഹിച്ചു. കെ വി ഫിലോമിന, ബീന ജോസഫ്, പ്രൊഫസർ വി ഡി ജോസഫ് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. മണ്ഡലം പ്രസിഡന്റ് എ ആസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാപ്പിനിശ്ശേരിയിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ട് നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് SDPI മാർച്ച് നടത്തി. പാപ്പിനിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത്. റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് തെരുവുനായ ശല്യം രൂക്ഷമാകാൻ കാരണം. സി റഫീഖിന്റെ അധ്യക്ഷതയിൽ ബാപ്പിക്കാൻ തോട് വാർഡ് മെമ്പർ സി ഷാഫി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അസീബ് മാങ്കടവ്, ഷെരീഫ്, ഹംസക്കുട്ടി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സീൽ ന്യൂസ്, കണ്ണൂർ, പാപ്പിനിശ്ശേരി. എഴുത്തുകാരൻ രമേശൻ ബ്ലാത്തൂരിന്റെ നോവലാണ് പെരുമാൾ. നോവൽ നാടക ആവിഷ്കാരമാക്കിയത് പത്മനാഭൻ ബ്ലാത്തൂരാണ്. നാടക സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ശ്രീജിത്ത് പൊയിൽക്കാവാണ്. പ്രശസ്ത തെയ്യം കലാകാരനും നാടക പ്രവർത്തകനുമായ ബിജു ഇരണാവാണ് ഇതിലെ കഥാപാത്രം. ഇതിഹാസ കഥാപാത്രമായ രാവണനെ വർത്തമാന കാലഘട്ടത്തിലൂടെ നോക്കിക്കാണുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം. പ്രഥമ ഒരു നാടക ഉപഹാരം, അതായത് ഏകപാത്ര നാടകമാണ് പെരുമാൾ. രമേശൻ ബ്ലാത്തൂരിന് നിരവധി അവാർഡുകൾ നേടി നോവലിൻ്റെ നാടകാവിഷ്കാരമാണ്. പപ്പുമാഷ് ബ്ലാത്തൂരാണ് ഇതിൻ്റെ നാടകം രചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംവിധായകൻ ശ്രീജിത്ത് പൊയിൽക്കാവാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഡിപ്ലോമ നേടിയ ബിജു ഇരണാവാണ്. തെയ്യംകാരനാണ് അദ്ദേഹമാണ് ഇതിന് രാവണൻ്റെ വേഷം അഭിനയിക്കുന്നത്. വർത്തമാന കാലഘട്ടത്തിലേറെ പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞങ്ങളിത് എടുക്കാനുള്ള ഈ സംരംഭം തുടങ്ങിയത് തന്നെ. സെപ്റ്റംബർ 16 ചെറുപത്രമൊട്ട AKG സ്മാരക മന്ദിരത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നാടകത്തിന്റെ അരങ്ങേറ്റം നടക്കും. തുടർന്ന് സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി നിരവധി വേദികളിലും നാടകം അവതരിപ്പിക്കും. സീൽ ന്യൂസ്, മയ്യിൽ. ദിനേശിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും തികച്ചും ജനകീയമാണ്. എന്നാൽ അത്രമാത്രം ഔട്ട്ലെറ്റുകൾ ദിനേശിനില്ല. ഇത് പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ നഗരഹൃദയത്തിൽ ഫാക്ടറി വിപണന കേന്ദ്രം തുടങ്ങുന്നത്. ദിനേശിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് ചെയർമാൻ സി രാജൻ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ ദേശങ്ങളിലെ പൈതൃക മേന്മയും കരകൗശല മികവുമുള്ള ഗുജറാത്തിലെ ബാന്ധിനി ചുരിദാർ, മധ്യപ്രദേശിലെ ചമ്പേരി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും വിപണനം ലക്ഷ്യമിടുന്നുണ്ട്. അപ്പാരൽസിലെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളായ ഗോൾഡൻ ഓറിയോൾ, ജംജറക്, മാർക്ക് ഹെൻറി, ദിനേശ് ഡ്യൂക്ക്, ഷർട്ടുകൾ, ചുരിദാർ, ലേഡീസ് ടോപ്പ്, നൈറ്റി, സാരി, സെറ്റുമുണ്ട്, തൂവാല തുടങ്ങി കറി പൗഡറുകൾ, അച്ചാറുകൾ, സ്ക്വാഷ്, ജാം, തേങ്ങാപ്പാൽ, വെന്ത വെളിച്ചെണ്ണ, നന്നാറി, പപ്പടം, പ്രഥമൻ കിറ്റ് തുടങ്ങിയവയടക്കം ഇവിടെ ലഭ്യമാണ്. മുത്തുകുട, ഗാർഡൻ അംബ്രല, റെയിൻകോട്ടുകൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയും ലഭ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി കെ പ്രഭാകരൻ, ഡയറക്ടർമാരായ കെ ബാലകൃഷ്ണൻ, എൻ ദാസൻ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാതിരുന്നത് ഏറെ ബുദ്ധിമുട്ടിന് ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഗാന്ധി സർക്കിളിലും നഗരത്തിലെ മറ്റ് ജംഗ്ഷനുകളായ താണ, താഴെചൊവ്വ, പുതിയ തെരു, മേലെ ചൊവ്വ എന്നിവിടങ്ങളിലും സിഗ്നൽ സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സംവിധാനം പിന്നീട് താറുമാറായി. സിഗ്നൽ സംവിധാനം നിലച്ചതോടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. സിഗ്നൽ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. ഹൈക്കോൺ കമ്പനിയുമായി മുൻ കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ഗാന്ധി സർക്കിൾ സൗന്ദര്യവൽക്കരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നടപ്പാത വിപുലീകരണം,
ലൈറ്റിംഗ് സംവിധാനങ്ങൾ, പൂന്തോട്ടം എന്നിവയുടെ പ്രവർത്തനവും നടക്കുന്നു. ഇത് പൂർത്തിയായതിനു ശേഷമാണ് ഡിജിറ്റൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുക. സീൽ ന്യൂസ്, കണ്ണൂർ. തൃശൂർ ചേതന ഡയറക്ടർ ഫാദർ തോമസ് ചക്കാലമറ്റത്ത് മുഖ്യാതിഥിയാകും. പിന്നണി ഗായിക സയനോര ഫിലിപ്പ് നയിക്കുന്ന സംഗീത നിശയും വിവിധ കലാപരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഫിലിപ്പ് ഫെർണാണ്ടസ്, മകൾ സയനോര ഫിലിപ്പ്, സംഘാടക സമിതി ചെയർമാൻ വിഷ്ണു എസ് നായർ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ജില്ലയിൽ തെരുവ് നായയുടെ വംശവർദ്ധനവ് തടയാനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. അനിമൽ റൈറ്റ് ഹണ്ടുമായി ധാരണാപത്രത്തിൽ ജില്ലാ പഞ്ചായത്ത് ഒപ്പുവെച്ചു. പദ്ധതി നടപ്പിലാക്കേണ്ടത് 2.98 കോടി രൂപ ചെലവിൽ. തില്ലങ്കേരിയിലെ BJP പ്രവർത്തകൻ ബിനീഷിന്റെ കൊലപാതകം 6 പേരെ പോലീസ് തിരിച്ചറിഞ്ഞതായി സൂചന. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതം. ആലക്കോട് നഗരം കീഴടക്കി മദ്യപ സംഘം. ലിങ്ക് റോഡിന് സമീപത്തെ വ്യാപാര സമുച്ചയം കേന്ദ്രീകരിച്ച് മദ്യപരുടെ സംഘർഷം പതിവാകുന്നു. ചൊവ്വാഴ്ച ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്ക്. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് ആവശ്യം. സാർവജനിക ഗണേശോത്സവത്തിന് സമാപനം. ഗണേശ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ നടന്ന വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയിൽ 48 രഥങ്ങൾ അണിനിരന്നു.